നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെപ്പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം തിരുവചനം. ദൈവം വസിക്കുന്ന കുടുംബം അതെത്ര മനോഹരമാണ്. കുടുംബ പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും യേശുവിന് നമുക്ക് 1-ാം സ്ഥാനം കൊടുക്കാം. കുടുംബത്തിന് തിരുരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും ലഭിക്കട്ടെ. പ്രലോഭനങ്ങളിലേക്കും തിന്മയിലേക്കും കുടുംബാംഗങ്ങൾ ചാഞ്ഞു പോകാതിരിക്കാൻ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം തേടാം. വഴി നടത്താൻ മാലാഖമാരെ കൂട്ടിന് വിളിക്കാം. വിശുദ്ധരെ മാതൃകയാക്കാം. ഒന്നിച്ചുള്ള സംഭാഷണങ്ങൾ, വിനോദങ്ങൾ, യാത്രകൾ എല്ലാം കുടുംബത്തെ ബലപ്പെടുത്തും. വൃദ്ധ മാതാപിതാക്കളെ പരിചരിക്കാനും സഹോദരങ്ങളെ കരുതാനും അതിഥികളെ സ്വീകരിക്കാനും ഭവനം വൃത്തിയായി സൂക്ഷിക്കാനും ആഹാരം പാകം ചെയ്യാനും സമൂഹത്തിന് നന്മ ചെയ്യാനും വിശുദ്ധിയിൽ ജീവിക്കാനും അങ്ങനെ സ്വർഗരാജ്യത്തിന് അവകാശികളാകാനും നമുക്ക് കഴിയട്ടെ. നിത്യവും പ്രാർത്ഥിക്കുന്ന, അന്യോന്യം വിശ്വസിച്ച് സ്നേഹിക്കുന്ന, നിത്യജീവനിൽ പ്രത്യാശിക്കുന്ന ഒരു കുടുംബമായി ഞങ്ങളുടെ കുടുംബത്തെ നവീകരിക്കണമേ. ആമേൻ. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനമനുസരിച്ച് ജീവിക്കുക. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.